ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മനുഷ്യശരീരത്തിൽ കാണുന്ന ഒരു പ്രധാന ജ്ഞാനേന്ദ്രിയം അഥവാ സെൻസ് ഓർഗൻ ആയിട്ടുള്ള ചെവിയുടെ ഘടന നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാമെന്നും അതുപോലെ തന്നെ ചെവിയുടെ പ്രവർത്തനം നമുക്ക് എങ്ങനെ ചിത്രത്തിൽ നിന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ബാലൻസ് അഥവാ ശരീരത്തിന്റെ തുലനനില പാലിക്കാനായിട്ട് ചെവി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹ്യൂമൻ ഇയറിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഓർ ഹ്യൂമൻ ഇയർ ഹാസ് 3 പാർട്സ്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, സോ ഇതില് ബാഹ്യകർണം അഥവാ എക്സ്റ്റേണൽ ഇയറിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് പിന്ന ആസ് വെൽ ആസ് ഓഡിറ്ററി കനാൽ. സോ പിന്നയും ഓഡിറ്ററി കനാലും ചേരുന്നതാണ് എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പിന്ന? ഈ പിന്ന എന്ന് പറയുന്ന ഭാഗമാണ് സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്നത്. സോ പിന്ന റിസീവ് സൗണ്ട് വേവ്സ് ഫ്രം വേരിയസ് ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും വരുന്ന സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് പിന്ന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ റിസീവിംഗ് ദ സൗണ്ട് വേവ്സ്, പിന്ന ട്രാൻസ്ഫർ ദോസ് സൗണ്ട് വേവ്സ് ഇൻ ടു ഓഡിറ്ററി കനാൽ. ഓക്കെ, so pinna transfer the sound waves into auditory canal. So it's a long tube. But pinna sound ne receive cheyidittu auditory canal like pass cheyum. So auditory canal have numerous hair like structures inside it, and also it have earwax inside it. In this earwax the dust particles are attached or adhered, and the hair cells inside the auditory canal help to prevent the entry of germs or dust particles into the next portion, that is tympanum. So auditory canal have protective functions. ഈ ഓഡിറ്ററി കനാലാണ് ഈ സൗണ്ട് വേവ്സിലൂടെ വരുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയൊക്കെ തടഞ്ഞു നിർത്തുന്നത്. ഈ ഓഡിറ്ററി കനാലാണ്. ബിക്കോസ് ഇറ്റ് ഹാവ് ഇയർ വാക്സ് ആസ് വെൽ ആസ് ഹെയർസ്. അതിന്റെ ഉള്ളിൽ രോമകോശങ്ങളും അതുപോലെ തന്നെ ഇയർ വാക്സ് കർണമെഴുകും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്ഷൻ ഉള്ള റോളുണ്ട്. സോ ഈ പിന്നെയും ഓഡിറ്ററി കനാലും ചേരുന്നതാണ് എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം എന്ന് പറയുന്നത്. ഓക്കെ, ബാഹ്യകർണം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഭാഗമാണ് മധ്യകർണം എന്ന് പറയുന്നത്. സോ ഈ ബാഹ്യകർണത്തെ മധ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് ടിംപാനം അഥവാ കർണപടം എന്ന് പറയുന്ന ഭാഗം. സോ ടിംപാനം ദാറ്റ് സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ഇയർ ഫ്രം മിഡിൽ ഇയർ ആൻഡ് ഇറ്റ് ഇസ് എ സർക്കുലർ. അത് വൃത്താകൃതിയിലാണ്, വളരെ നേർത്ത സ്ഥലമാണ്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് അതിനെ കമ്പനം ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ടിംപാനം വൈബ്രേറ്റ് ഇൻ അക്കോർഡിംഗ് ടു ദ സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് വരുന്നതിനനുസരിച്ച് ടിംപാനത്തിന് വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് ഇറ്റ് സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ഇയർ ഫ്രം മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് മിഡിൽ ഇയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം ടിംപാനമാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടിംപാനം. ദെൻ ടിംപാനത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന 3 ഭാഗങ്ങൾ 1, 2, 3 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഈ 3 ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് അസ്ഥി ശൃംഖല എന്നുള്ളതാണ്, അഥവാ ഇയർ ഓസിക്കിൾ എന്നാണ് വിളിക്കുക. ഇയർ ഓസിക്കിൾ എന്ന് പറയുന്നത് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ് ആണ്. സോ ദീസ് ആർ 3 bones together called ear ossicle. The first bone is malleus. It is a hammer shaped bone, and second one is incus, and the third one is stapes. So all these together are called ear ossicles. And what is the function of ear ossicles? Ear ossicle can also vibrate in accordance with the vibration of the tympanum. Okay, when tympanum vibrate, ear ossicle also vibrate. So ear ossicle merely transfer the impulses or sound waves from the external ear into the inner ear. ഈ ബാഹ്യകർണത്തിൽ നിന്ന് ഏറ്റവും ഉള്ളിലുള്ള ആന്തരകർണത്തേക്ക് സൗണ്ട് വേവ്സിനെ അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഇയർ ഓസിക്കിൾ അഥവാ അസ്ഥി ശൃംഖലയാണ്, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടിംപാനം. ഓക്കെ, സോ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് അതാണ് മിഡിൽ ഇയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓൾസോ സ്റ്റേപ്പിസ് ആണ് ഈ അവസാനം കാണിച്ചിട്ടുള്ള ബോണ്. സ്റ്റേപ്പിസിന്റെ അഗ്രഭാഗത്ത് 2 ഓപ്പണിംഗ്സ് ഉണ്ട്. ഹിയർ ക്യാൻ സി OW ആൻഡ് RW. ഇത് രണ്ടും സ്റ്റേപ്പീസുമായി ചേരുന്ന ഭാഗത്തുള്ള ഓപ്പണിംഗ്സ് ആണ്. അത്തരം ഓപ്പണിംഗ്സിനെ വിളിക്കുന്ന പേരാണ് ഓവൽ വിൻഡോ ആസ് വെൽ ആസ് റൗണ്ട് വിൻഡോ. മുകളിലുള്ള ഓപ്പണിംഗ് ഓവൽ വിൻഡോ ആണെങ്കിൽ താഴത്തെ ഓപ്പണിംഗ് റൗണ്ട് വിൻഡോ ആണ്. അത് സ്റ്റേപ്പീസ് ചേരുന്ന ഭാഗത്തുള്ള ഓപ്പണിംഗ്സ് ആണ്. ആ ഓപ്പണിംഗ്സിനെ കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. ചെറിയ സുഷിരമായിരിക്കും അതിനെ കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഓവൽ വിൻഡോ ആസ് വെൽ ആസ് റൗണ്ട് വിൻഡോ ഉണ്ട്. സോ ഇത്രയും ഭാഗങ്ങളാണ് മിഡിൽ ഇയറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓൾസോ ഈ മിഡിൽ ഇയറിന് താഴേക്ക് ഒരു ലോങ് ട്യൂബ് കാണാൻ സാധിക്കും. ആൻഡ് സച്ച് ട്യൂബ്സ് ആർ കോൾഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ്സ്.
ഈ യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിമ്പാനത്തിന്റെ രണ്ട് സൈഡിലുമുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. ഓക്കെ, സോ എക്സ്റ്റേണൽ ഇയർ കൺസിസ്റ്റ് ഓഫ് പിന്ന ആസ് വെൽ ആസ് ഓഡിറ്ററി കനാൽ. Pinna receive the sound waves and transfer to auditory canal. Auditory canal transfer those sound waves into the tympanum, and tympanum is a circular, transparent, elastic membranes that vibrate according to the sound waves from the auditory canal. And also this tympanum separate the external ear from the middle ear. And close to the tympanum, three bones are there together called ear ossicle. It consists of malleus, incus as well as stapes. And this ear ossicle can also vibrate in accordance with the tympanum, so it merely transfer the sound waves from external ear into the inner ear. Okay, and final at the end of the stapes there have two openings and that are covered by slight membranes, and such openings are called oval window as well as round window. So inside this oval window and a round window a fluid is there that merely called as endolymph. ഈ ഓവൽ വിൻഡോയുടെയും റൗണ്ട് വിൻഡോയുടെയും ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് മിഡിൽ ഇയറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇന്നർ ഇയർ ആണ്, അഥവാ ആന്തരകർണമാണ്. ഇന്നറിൽ പ്രധാനമായിട്ടും കാണാവുന്ന ഭാഗം എന്ന് പറയുന്നത് സ്നെൽ കോയിൽ ലൈക്ക് സ്ട്രക്ചർ, ഇങ്ങനെ ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടടിക്കുന്ന ഒരു ഭാഗമുണ്ട്. And that portion is called cochlea. Okay, that portion is simply called as cochlea. And cochlea is called the hearing organ. ഹിയറിംഗ് ഓർഗൻ, കേൾവിയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ലൈക്ക് കോയിൽഡ് സ്നെല്ലിന്റെ കോയിൽ പോലെയാണ് ഈ കോക്ലിയ കാണുന്നത്. ആൻഡ് കോക്ലിയോട് ചേർന്ന് കാണപ്പെടുന്ന കനാൽസ് ഉണ്ട്, 3 കനാലാണ്. 3 കനാലിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സെമി സർക്കുലർ കനാൽ. സോ ദർ ആർ 3 സെമി സർക്കുലർ കനാൽ ആൻഡ് ടുഗെദർ വിത്ത് കോക്ലിയ. ദെൻ കോക്ലിയയിൽ നിന്നൊരു നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സച്ച് നെർവ്സ് ആർ കോൾഡ് ഓഡിറ്ററി നെർവ് ഓർ ശ്രവണ നാഡി എന്ന് പറയും. അതുപോലെ തന്നെ ഈ സെമി സർക്കുലർ കനാലിൽ നിന്ന് ഒരു നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സച്ച് നെർവ്സ് ആർ കോൾഡ് വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയും. ദെൻ ഈ സെമി സർക്കുലർ കനാലിന്റെ സ്റ്റാർട്ടിംഗ് റീജിയനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. സെമി സർക്കുലർ കനാൽ താഴെയായിട്ട് അല്പം ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂളിന് 2 പാർട്ടുകളുണ്ട്. ഇറ്റ്സ് കോൾഡ് യൂട്രിക്കൽ ആസ് വെൽ ആസ് സാക്യൂൾ. അതിൽ 2 അറകളുണ്ട്, 2 ഡിപ്രഷൻസ് ഉണ്ട്. സച്ച് ഡിപ്രഷൻസ് ആർ കോൾഡ് യൂട്രിക്കൽ ആൻഡ് സാക്യൂൾ. സോ ഇത്രയും ഭാഗമാണ് ഇന്നർ ഇയറിൽ വരുന്നത്. സോ ഇറ്റ് ഹാവ് എ കോക്ലിയ, coiled snell-like structures, and that is the main center of hearing. So what we called as the center part of the ear, that is cochlea. In close to the cochlea there have 3 semicircular canal, and a vestibule is there. It's slightly bulged portion. Vestibule have 2 depressions. They are called utricle as well as saccule. And from the cochlea nerve origin, it's called auditory nerve. And it transfer the sound waves from cochlea to the hearing center of the brain. Okay, and that is the cerebrum. And semicircular canal. From the semicircular canal there have a nerve. It's called vestibular nerve. It is concerned with the body balance. എങ്ങനെയാണ് ഹിയറിന്റെ ഫംഗ്ഷനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ കേൾവി എന്ന് പറയുന്ന അനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പിന്ന സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്നു. എല്ലാ ഭാഗത്തു നിന്നുള്ള സൗണ്ട് വേവ്സിനെ പിന്നെ റിസീവ് ചെയ്യും ഫ്രം ദ ഔട്ട്സൈഡ്. സോ ഔട്ട്സൈഡിൽ നിന്ന് പിന്നെയാണ് സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്ന ഭാഗം. ചെവിക്കുട എന്ന് പറയുന്ന പിന്ന എന്ന് പറയുന്ന ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടർ റീജിയനിൽ നിന്നും സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ റിസീവ് ചെയ്ത സൗണ്ട് വേവ്സ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓഡിറ്ററി കനാലിലേക്കാണ്. So after receiving the sound waves, pinna transfer those sound waves into auditory canal. കർണനാളത്തിലേക്കാണ് ഈ പറയുന്ന പിന്നയിൽ നിന്നും അല്ലെങ്കിൽ ചെവിക്കുടയിൽ നിന്നുള്ള ശബ്ദതരംഗങ്ങൾ നേരെ വരുന്നത് കർണനാളത്തിലേക്കാണ്. സോ ഈ കർണനാളത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓഡിറ്ററി കനാലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിൽ ഒരുപാട് രോമകോശങ്ങളും അതുപോലെ തന്നെ കർണമെഴുകുമുണ്ട്. അത് പൊടിപടലങ്ങളൊന്നും കർണപടത്തിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തും. അതാണ് കർണനാളത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. സോ ചെവിക്കുട സ്വീകരിച്ച ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലെത്തുന്നു. കർണനാളത്തിലൂടെ അത് കർണപടം അഥവാ ടിമ്പാനത്തിലെത്തുന്നു. കർണപടത്തില് സൗണ്ട് വേവ്സ് എത്തുന്ന സമയത്ത് കർണപടം വളരെ നേർത്ത സ്ഥലമായതുകൊണ്ട് തന്നെ കർണപടം കമ്പനം ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എത്രത്തോളം ശബ്ദതരംഗങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് കർണപടം അഥവാ ടിമ്പാനം വൈബ്രേറ്റ് ചെയ്യും. ഈ കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനം മാലിയസില് കമ്പനം ഉണ്ടാക്കും, ഇൻകസില് കമ്പനം ഉണ്ടാക്കും, സ്റ്റേപ്പീസില് കമ്പനം ഉണ്ടാക്കും. സോ കർണപടം കമ്പനം ചെയ്യുന്നതിനനുസരിച്ച് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ കമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. കർണപടം ഒരു തവണ കമ്പനം ചെയ്യുമ്പോൾ മാലിയസ് ഒരു തവണ കമ്പനം ചെയ്യും,
ഇൻകസ് ഒരു തവണ കമ്പനം ചെയ്യും, സ്റ്റേപ്പീസ് ഒരു തവണ കമ്പനം ചെയ്യും. സോ ദാറ്റ് ഈസ് 1:3 എന്ന രീതിയിലാണ് ആ കമ്പനത്തിന്റെ അനുപാതം ഉണ്ടാകുക. സോ ടിംപാനം ഒരു തവണ കമ്പനം ചെയ്യുമ്പോൾ ഇയർ ഓസിക്കിൾസ് 3 തവണ കമ്പനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കമ്പനം അവസാനം എത്തുന്നത് ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലുമാണ്. കാരണം സ്റ്റേപ്പീസിന്റെ അഗ്രഭാഗത്ത് കാണുന്നത് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയുമാണ്. സോ ശബ്ദ തരംഗങ്ങൾ ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലും എത്തുന്നു. ഓവൽ വിൻഡോയ്ക്കും റൗണ്ട് വിൻഡോയ്ക്കും അകത്ത് എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകമുണ്ട്. ആ എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകം കമ്പനം ചെയ്യാൻ തുടങ്ങും. ഈ എൻഡോലിംഫിൽ ഉണ്ടാക്കുന്ന കമ്പനം കോക്ലിയക്കകത്തുള്ള ദ്രാവകത്തിലും കമ്പനം ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് കോക്ലിയക്കകത്തും കാണുന്നത് ഇതേ എൻഡോലിംഫ് തന്നെയാണ്. സോ കോക്ലിയക്കകത്തുള്ള എൻഡോലിംഫില് കമ്പനം ഉണ്ടാക്കുന്നു. സോ വൺസ് മോർ, പിന്നെ ശബ്ദ തരംഗങ്ങളെ സ്വീകരിച്ച് ഓഡിറ്ററി കനാലിലേക്ക് കൊടുക്കുന്നു. ഓഡിറ്ററി കനാല് വഴി ശബ്ദ തരംഗങ്ങൾ ടിംപാനത്തിലെത്തുന്നു. ടിംപാനം കമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് കമ്പനം ചെയ്യുന്നു. കമ്പനം ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലും എത്തുന്നു. ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോയിലും ഉണ്ടാക്കുന്ന കമ്പനം കോക്ലിയയ്ക്കുള്ളിലുള്ള എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകത്തില് കമ്പനം ഉണ്ടാക്കുന്നു. സോ കോക്ലിയയിലെ ശബ്ദതരംഗങ്ങൾ എത്തിയാൽ എന്താണ് സംഭവിക്കുക നോക്കാം. കോക്ലിയയിലെ ശബ്ദതരംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ കോക്ലിയയുടെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കാം. കോക്ലിയയുടെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കിയാൽ കോക്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. സ്കാല ടിംപാനി, സ്കാല മീഡിയ ആൻഡ് സ്കാല ടെർമിനാലിസ് എന്ന് പറയുന്ന 3 അറകളാണ് കോക്ലിയയ്ക്ക് അകത്തുള്ളത്. അതിൽ ഏറ്റവും നടുവിലുള്ള അറയാണ് സ്കാല മീഡിയ എന്ന് പറയുന്നത്. ഈ നടുവിലത്തുള്ള അറയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിന്റെ പുറത്ത് ഓഡിറ്ററി ഹെയർ സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണുന്നുണ്ട്. സോ കോക്ലിയക്കകത്ത് ശബ്ദതരംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കോക്ലിയക്കുള്ളിൽ ഈ ചുവപ്പ് നിറത്തിൽ കാണുന്നത് കോക്ലിയക്കുള്ളിലുള്ള ദ്രാവകമാണ്. അതിന്റെ പേര് എൻഡോലിംഫ് എന്നാണ്. സോ കോക്ലിയക്കുള്ളിൽ ശബ്ദ തരംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ കോക്ലിയക്കുള്ളിലുള്ള എൻഡോലിംഫ് കമ്പനം ചെയ്യാൻ തുടങ്ങും. എൻഡോലിംഫ് കമ്പനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എൻഡോലിംഫിന് മുകളിലുള്ള ബേസിലാർ മെംബ്രെയിൻ ചലിക്കാൻ തുടങ്ങും. സോ ആദ്യം കോക്ലിയക്കകത്ത് ശബ്ദതരംഗങ്ങൾക്കുള്ള സ്റ്റിമുലസ് എത്തുന്ന സമയത്ത് കോക്ലിയക്കകത്തുള്ള എൻഡോലിംഫ് കമ്പനം ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ചലിക്കാൻ തുടങ്ങും. എൻഡോലിംഫിന് ഉണ്ടാക്കുന്ന കമ്പനം ബേസിലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ബേസിലാർ സ്തരം ചലിക്കുന്നതിന് കാരണമാകും. ഈ ബേസിലാർ സ്തരം ചലിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക നോക്കാം. ഈ ബേസിലാർ സ്തരത്തിന്റെ മുകളിലാണ് ഓഡിറ്ററി ഹെയർ സെൽസ് ഉള്ളത്, അല്ലെങ്കിൽ രോമകോശങ്ങൾ കാണുന്നത്. ഈ രോമകോശങ്ങളെല്ലാം തൊട്ടുമുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന മറ്റൊരു സ്തരവുമായിട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങും. സോ ഇവിടെ ഈ ബേസിലാർ സ്തരം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട്. എൻഡോലിംഫ് ചലിക്കുന്നതിനനുസരിച്ച് ഇത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട്. ഇത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ബേസിലാർ മെംബ്രെയിന്റെ മുകളിലുള്ള ഹെയർ സെൽസ് തൊട്ടുമുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിനുമായിട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങും. അങ്ങനെ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇമ്പൾസ് അഥവാ ആവേഗം രൂപപ്പെടുന്നത്. ഈ ആവേഗമാണ് ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണ നാഡി വഴി സെറിബ്രത്തിൽ എത്തുന്നത്. അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. ക്ലിയർ? സോ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നെ ശബ്ദതരംഗങ്ങളെ റിസീവ് ചെയ്യുന്നു. പിന്നെ റിസീവ് ചെയ്ത ശബ്ദതരംഗങ്ങൾ ഓഡിറ്ററി കനാലിലെത്തുന്നു, ടിംപാനത്തിലെത്തുന്നു. ടിംപാനം കമ്പനം ചെയ്യുന്നു. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് കമ്പനം ചെയ്യുന്നു. സ്റ്റേപ്പിസിൽ ഉണ്ടാകുന്ന കമ്പനം ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലും കമ്പനം ഉണ്ടാക്കും. കോക്ലിയക്കകത്ത് കമ്പനം ഉണ്ടാക്കും. കോക്ലിയക്കുള്ളിലുള്ള എൻഡോലിംഫ് ചലിക്കാൻ തുടങ്ങും. എൻഡോലിംഫ് ചലിക്കുമ്പോൾ ബേസിലാർ സ്തരം ചലിക്കാൻ തുടങ്ങും. ബേസിലാർ സ്തരത്തിന് മുകളിലുള്ള ഓഡിറ്ററി ഹെയർ സെൽസ് രോമകോശങ്ങൾ ടെക്ടോറിയൽ മെംബ്രെയിനുമായിട്ട് കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായി അവിടെ ആവേഗം അഥവാ ഇമ്പൾസ് രൂപപ്പെടും. ഈ ആവേഗമാണ് ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണ നാഡി വഴി സെറിബ്രത്തിലെത്തുന്നു. കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ ഈ ബേസിലാർ മെംബ്രെയിൻ വിത്ത് ഓഡിറ്ററി ഹെയർ സെൽസിനെയും തൊട്ടുമുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. സോ ഓർഗൻ ഓഫ് കോർട്ടി ചെവിക്കുള്ളിലുള്ള ഭാഗമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബേസിലാർ മെംബ്രെയിൻ വിത്ത് ഓഡിറ്ററി ഹെയർ സെൽസ് വിത്ത് ടെക്ടോറിയൽ മെംബ്രെയിൻ. സോ ഇത്രയുമാണ് കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.